ഹായ്, ഞാൻ ലേഖ നന്ദു മഹാദേവ. ഇപ്പോഴെല്ലായിടത്തും മഴയാണല്ലോ. ഈ മഴയും നമ്മുടെ ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മളൊന്ന് നോക്കിയാൽ മതി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കടന്നുപോക്ക് ഗതി. അതായത് മഴ, ചെറിയ മഴയുണ്ട്, വലിയ മഴയുണ്ട്, ഇടിയും മിന്നലോടും കൂടിയ മഴയുണ്ട്, കൊടുങ്കാറ്റോടു കൂടിയ മഴയുണ്ട്. അങ്ങനെ മഴ പലവിധമാണ് അല്ലേ. പ്രളയം ഉണ്ടാക്കുന്ന മഴയുണ്ട്. അങ്ങനെ പലവിധമാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതവും. ചെറിയ ദുഃഖമുണ്ട്, വലിയ ദുഃഖമുണ്ട്, പ്രളയം പോലുള്ള ദുഃഖമുണ്ട്. അതായത് ആ പ്രളയം പോലെ ദുഃഖത്തിൽ നമ്മൾ ആ മഴവെള്ളത്തിൽ അല്ലെങ്കിൽ ആ പ്രളയ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ച് നമുക്ക് കര കാണാൻ പറ്റാതെ അല്ലെങ്കിൽ ശ്വാസം മുട്ടി ഇപ്പം ചാവും എന്നുള്ള അല്ലെങ്കിൽ ഇപ്പം മരണപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിൽ ആവുന്ന ജീവിതങ്ങളുണ്ട്. അതായത് സങ്കടത്തിൽ അത്രയും സങ്കടങ്ങൾ ഉണ്ടാവുന്ന മനുഷ്യരുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നീന്തിക്കൊണ്ടേയിരിക്കണം അല്ലേ? രക്ഷപ്പെടാനായിട്ടുള്ള പഴുതുകൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാവകാശം മഴ മാറും. ഉറപ്പായിട്ടും മഴ മാറും. മഴ മാറിയിട്ട് വെയിൽ വരും, വസന്തം വരും അല്ലേ? വെയിലും വസന്തവും വരും. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രതിസന്ധികളിൽ തളരാതെ നീന്തി അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ളൊരു പഴുത് വച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ വസന്തം ഉണ്ടാവണത്. അല്ലാതെ ഈ മഴ ഇനി ഇതോടുകൂടി ഇനി വെയിലൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ വസന്തം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ മഴ തോരത്തില്ല എന്ന് വിചാരിച്ച് ജീവിക്കാൻ അങ്ങനെ ജീവിതത്തെ നമ്മൾ കാണുന്നത് വെറും മണ്ടത്തരമാണ് അല്ലേ? അതുപോലെയാണ് ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അതിന് കുറച്ച് സമയം വേണം. ഈ നിമിഷം പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കണം. നമ്മളെ എല്ലാ സങ്കടങ്ങളും മാറി നമ്മൾ വസന്തത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാതെ പ്രതിസന്ധികൾ വരുമ്പം നമ്മുടെ ജീവിതം മടുത്ത് പല വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യുകയും ചിന്തിച്ചു കൂട്ടുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോവരുത്. തളർന്നു പോവാതെ ഈ വസന്തം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടൊരു വസന്തം. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെയല്ലേ?